ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ രാത്രി സമയം 8 മണിയാണ്. 8 മണിക്ക് നമ്മൾ ഭയങ്കരമായിട്ടുള്ള പത്തിരിപ്പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ നാളെ പോവുകയാണെന്നും പറഞ്ഞിട്ട് വന്ന് പത്തിരിയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തിന്നാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ 7:30 സയാനും മദ്രസ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് കുറ്റിയും പറിച്ച് അവിടെ എത്തണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി സ്വസ്ഥമായിട്ട് ഉണ്ടാക്കിയിട്ട് സമാധാനമായിട്ട് തിന്നാമെന്ന് കരുതി. പിന്നെന്താ പറയുക, അപ്പോൾ അതായത് ഞാൻ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരത്തിയതും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉമ്മട്ടോ ചെയ്തത്. ചിക്കൻ കറി ഉമ്മാൻ്റെ വകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല, നമ്മുടെ ദേ ഇരിക്കുന്ന ആൾക്കില്ലേ ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല, വെറുതെ കരയുക. എന്നാൽ എടുത്ത് നടന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കരയും കേട്ടോ. എന്തിനാ കരയണമെന്ന് അറിയില്ല. അപ്പോൾ ഈ തീ കണ്ടിട്ടാണ് ആൾ മിണ്ടാതിരിക്കുന്നത്. തീ ആണെങ്കിലോ വലാക്കിലെ കത്തലും കേട്ടോ. എനിക്കിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ലൈറ്റ് കാണില്ല, അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം മിണ്ടാതിരിക്കുന്നുണ്ട്. ഞാനും കൂടെ കൂടാന്ന് കരുതിയതാണ് പണിക്കൊക്കെ. പക്ഷേ ഈ ചെക്കൻ കരയുണ്ടോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഇപ്പം കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പത്തിരി ഒന്ന് ചുട്ട് കൊടുക്കാമെന്ന് കരുതിട്ടോ. അല്ലെങ്കിൽ എനിക്ക് പത്തിരി ചുടുന്ന ആ ഡ്യൂട്ടി എനിക്ക് തന്നെയാണ്. അത് കല്യാണത്തിന് മുന്നേ ആയാലും കല്യാണത്തിന് ശേഷം ആയാലും. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടുമാ കൊടുത്തു. പിന്നെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഞാനിതേ നമ്മുടെ ചെറിയ ആളടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാ കരയണമെന്ന് അറിയുന്നില്ല. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, വെറുതെ കരയും കേട്ടോ. ചിലപ്പോൾ ഉറക്കം എന്നൊന്ന് ശരിയാവായിട്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്താലും കരച്ചിൽ നിർത്തൂല, എടുത്ത് നടന്നാലും കരച്ചിൽ നിർത്തൂല, എവിടെയെങ്കിലും കിടത്തിയാലും കരച്ചിൽ നിർത്തൂല, പാലും കുടിക്കൂല. അങ്ങനെ ഒരു ചില സമയത്ത് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒന്ന് മൈൻഡൊക്കെ നോക്കിയായിട്ട് പിന്നെ ഒന്ന് ഉറങ്ങി നീച്ചപ്പോൾ ആളെ ഓക്കെ ആയിട്ടോ. പിന്നെ എന്താ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. തൊട്ടിയിലിട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആട്ടിയപ്പോൾ പിന്നെ വേഗം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ മൈൻഡ് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി വന്ന് ഒന്ന് ഉറക്കി കഴിഞ്ഞാലാട്ടെ ഇസുവിന് കുട്ടിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമൊക്കെ തോന്നാം. അപ്പോൾ ഓടി വന്നിട്ടൊരു ഉമ്മന് കൊടുക്കും കേട്ടോ. അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആ ഉമ്മയിൽ കുട്ടിയെ നീക്കും ചെയ്യും. പിന്നെ ഉറങ്ങണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ ഈ കഷ്ടപ്പെട്ട് ഉറക്കണതിന് വലിയ എന്താ പറയുക കാര്യമൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അതേ കറിയൊക്കെ ചൂടാറുന്നതിന് മുന്നേ അമ്മ കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വിശക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഷാക്കറിന് പനി ആയതുകൊണ്ട് ഒന്നും ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതിന് രാത്രിക്കത്തെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് നമ്മൾ എന്താ പാക്കിങ്ങിലാണ് കേട്ടോ. നമ്മൾ രാവിലെ പോകുമല്ലോ, ഇനിയിപ്പോൾ രാവിലെ ഒന്നും എടുത്തു വെക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അല്ലെങ്കിൽ ഉറക്കപ്രാന്തിൽ എനിക്ക് ഏതൊക്കെ എടുത്തെന്ന് ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ സൂക്ഷ്മമായി പാക്ക് ചെയ്താലും എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഇട്ട് പോകട്ടെ. അത് ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോഴും ഇവിടുന്ന് വണ്ടിയിൽ കയറുമ്പോഴും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അവിടെ പോയിട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് ഓർമ്മ വരും കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ സംഭവം എന്താണ്, മറന്നതൊന്നും എവിടെയാണ് വെച്ചിരിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവും. പക്ഷേ എന്താ ചെയ്യുക, ഈ പോണതിന് മുന്നേ എനിക്കത് ഓർമ്മ കിട്ടില്ല. അങ്ങനെ പാക്കിങ്ങിന് ഇന്നെ ഇസും കൂടെ സഹായിക്കുന്നുണ്ട്. ഞാൻ മടക്കിയതൊക്കെ വലിച്ചിടുന്നുണ്ട് കേട്ടോ. ഞാൻ കുട്ടീനെ ഒന്ന് സമാധാനമായിട്ട് ഉറക്കി കിടത്തിയപ്പോൾ ഇസുവിൻ്റെ വികൃതി, അതേപോലെ തന്നെ ഇപ്പം ഷെബി ഒക്കെ ഈ സമയത്താണ് കേട്ടോ വീഡിയോ കോൾ ചെയ്യുക. അപ്പോൾ ഓരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഓൻ വേഗം നീക്കും. അപ്പം ഞാൻ ഇങ്ങനെ പറയട്ടെ അമ്മേൻ്റെ അടുത്തൊന്നും എന്നല്ല സംസാരിക്കുന്നത്. പക്ഷെ അമ്മ ഫോണിൽ സംസാരിക്കുക എങ്ങനെ അറിയങ്ങൾ, നമ്മൾ എന്താ പറയുക, ദൂരെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുക, തൊട്ടടുത്ത് കുറച്ച് ദൂരെ നിൽക്കുന്ന ആൾ അത്ര ഭയങ്കര സൗണ്ടിലല്ലേ, അതേപോലെയാണ് ഫോണിൽ സംസാരിക്കുക കേട്ടോ. സംഭവം ശരിക്കും ഫോണിൽ മെല്ലെ പറഞ്ഞാൽ അപ്പുറത്തേക്കുള്ള ആൾക്ക് കേൾക്കും. അതിൻ്റെ അമ്മക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ. സോ അമ്മ ചെയ്യണതേ ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ അതും പറഞ്ഞിട്ടാണ് ഈ മടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവാണെങ്കിൽ ഉറങ്ങണമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങിയതുകൊണ്ട് എനിക്ക് രാത്രി ഉറക്കമില്ല. ഇനിയിപ്പോൾ നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ നീക്കലേ അടക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരുടെ ഉറക്കവും സ്വീപ്പാവും. അങ്ങനെ എന്താ പറയുക, അതൊക്കെ മനസ്സിലിട്ടാണ് കേട്ടോ ഞാൻ ഈ മടക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് കടന്നപ്പോഴേക്കിന് 11:30 മണിയായിട്ടോ. അതിന് മുന്നേ ഞാനും അമ്മയും കൂടെ കുറേ സംസാരിച്ചു, കുറേ കുടുംബക്കാരെ കുറ്റമൊക്കെ പറഞ്ഞു. ഗെയ്സ് ആരാണ് എന്താണ് എപ്പോഴാണെന്നൊന്നും ചോദിക്കരുത്. കുറ്റമല്ല, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഡിസ്കസ് ചെയ്തു. രാവിലെ നേരത്തെ തന്നെ എണീറ്റുട്ടോ. എന്തായാലും കണ്ണൊന്നും തുറയണേ ഉണ്ടായിരുന്നില്ല. അതേ നമ്മുടെ നേരങ്ങളൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ദിവ്യ ചേച്ചീൻ്റെ തുണികളാണ് കേട്ടോ അതിൽ കിടക്കുന്നത്. ദിവ്യ ചേച്ചി ഇന്നലെ വൈകുന്നേരം പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുന്നിട്ടതാണ്. ഉമ്മ പാവം രാവിലെ എണീറ്റിട്ട് ഞങ്ങൾക്കുള്ള ചായൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ കഴിക്കൊന്നുമില്ല സയാൻ, ഈ നേരത്തെ നോൽക്ക് ഇറങ്ങൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, പാക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ടാസ്ക് ഡബിൾ പണികളാണ് ഒക്കെ. അപ്പം അമ്മ എന്തായാലും ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് നമ്മുടെ പത്തിരിയുടെ. അപ്പോൾ അതും കൂട്ടി കഴിക്കാനുള്ള ഒരു പ്ലാനാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ആളിതേ എല്ലാവരുടെ പിന്നാലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഓനിക്ക് ഉറക്കമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഓനിങ്ങനെ ചിരിക്കും. ചില നേരത്തെ ഈ ചിരി കാണുമ്പോൾ എനിക്കിങ്ങനെ ഈറ വരും കേട്ടോ.
നമ്മളിങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കും. പക്ഷേ കുട്ടികളല്ലേ ചിരിക്കട്ടെ. അങ്ങനെ ഷിമിറാക്ക കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ടൈമിന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മുടെ റോഡൊക്കെ ഭയങ്കര ശാന്തമാണ്. നേരം വെളുത്ത് ഇങ്ങനെ എല്ലാവരെയൊക്കെ ഒന്ന് 8-10 എന്ന് പറഞ്ഞ് നീച്ച് വരണേ ഉണ്ടാവുള്ളൂ ഈ സമയത്ത്. കാക്ക സ്കൂൾ ബസ്സിൽ പോകുന്നുണ്ട് കേട്ടോ. കാക്ക സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ 7 മണിക്ക് അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണിപ്പെറുക്കിയിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങളവിടെ ഇത്തിരി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അർഷാക്ക് വന്നു. ആൾ 2 ദിവസത്തെ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ആകെ ക്ഷീണിച്ച് ഉറക്കമൊക്കെ ഇല്ലാതെ ആകെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. അപ്പം മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ പോയിരുന്നു. അവിടുന്ന് കുറച്ച് മുന്തിരിയൊക്കെ പെറുക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പെട്ടി കണ്ടപ്പോൾ പണ്ട് അർഷാക്ക് കുവൈത്തിൽ നിന്നല്ല ദുബായിൽ നിന്ന് രാവിലെ ഈ നേരത്തായിട്ട് വന്ന്. അപ്പോൾ ഏതാണ്ട് ആ പെട്ടിയുടെയൊക്കെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടാവും. ചെക്കൻ മാന്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയട്ടെ എനിക്കൊരു ആകാംക്ഷ. അർഷാക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടിയാണ് കൊടുത്തു വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല മുന്തിരി, പക്ഷേ ചെറിയ ചെറിയ മുന്തിരിയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇസും സയാനും കൂടി അതിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കേണ്ടവനക്ക് കണ്ടപ്പോൾ ഭയങ്കര റങ്ക്. ഉമ്മച്ചി കളിക്കാൻ പറ്റും ഉമ്മച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇസു പറഞ്ഞത് തിന്നണതാ പൊട്ടാന്നൊക്കെ. അതിലും പറയണ എനിക്കറിയാം ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടും കൂടെ ഭയങ്കര ഡിസ്കഷൻ ആയിട്ട് തല്ല്. അങ്ങനെ അർഷാക്കൂതി അങ്ങോട്ട് കൊണ്ടുപോയതൊക്കെ അങ്ങോട്ടൊക്കെ നല്ല സെറ്റാക്കി മടക്കി പെറുക്കി കൊണ്ടുപോയത് ഇങ്ങോട്ട് വാരി പെറുക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആൾക്ക് മത്സരങ്ങളൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ലാത്ത പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓർക്ക് ഇവിടുന്ന് പോകുമ്പോൾ സ്പോൺസറും ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ അപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മുന്തിരി പുളിയുണ്ടോ മധുരമുണ്ടോ എന്നൊക്കെ നോക്കി. ചെറിയ പുളിയും മധുരമൊക്കെ ഉണ്ട്, അതറിഞ്ഞപ്പോൾ ഒരു സമാധാനം, അല്ലെങ്കിൽ ഒരു പൊരിച്ചിലായിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, ഒന്ന് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുന്ന് വെച്ചു. ഞാനത് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ചെക്കൻ്റെ പാത്രത്തിൽ അപ്പവും ചിക്കൻ കറിയും ആണ്. എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ രാവിലെ കുറച്ച് ചൂടുവെള്ളം വെച്ച് വർഷാക്കും. മഞ്ഞും കാറ്റും വെയിലില്ല കൈസ്, കാറ്റും മഞ്ഞൊക്കെ കൊണ്ടിട്ട് ചങ്കൊക്കെ എന്തൊക്കെ ആയിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാമെന്ന് കരുതി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എങ്കിൽ പിന്നെ ആൾക്ക് എന്താ പറയുക അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജീരക വെള്ളമാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമ്മുടെ എപ്പോഴത്തെയും പണികൾ കേട്ടോ, ചോറ് കറി അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ അതിനുള്ള വേണ്ടിയിട്ടുള്ള എന്താ പറയുക തയ്യാറെടുപ്പുകളാണ്. കണ്ടോലക്കൊടിയൊക്കെ കത്തിച്ച് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ ഒന്ന് നമ്മൾ കത്തിക്കുമ്പോൾ ഇങ്ങനെ എന്ത് കറി വെക്കുന്നൊക്കെ ഞാൻ വെച്ചപ്പോൾ ഫ്രിഡ്ജൊക്കെ തപ്പിത്തരിഞ്ഞപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയും കുറച്ച് ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടി. അപ്പോൾ എല്ലാം കൂടെ എണ്ണിപ്പെറുക്കിയിട്ട് ഒരു എന്താ പറയുക സാമ്പാർ വെക്കാമെന്ന് കരുതി. സാമ്പാർ പൊടി ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ പോയിട്ട് ഷെയ്ലത്ത് അടുത്ത് വാങ്ങിക്കൊടുന്നു. പിന്നെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് തന്ന ഉമ്മയാണ് കേട്ടോ. ഉമ്മ അത് കട്ട് ചെയ്തിട്ട് എങ്ങോട്ടോ പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് സുൽഫിതാത്ത കുറച്ച് എന്ത് തന്നു, ചക്കക്കൂട്ടാൻ തന്നു കേട്ടോ. താത്താൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ചക്കയാണ്, അത് വെട്ടിപ്പെറുക്കി താത്ത ഒരു ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇസും കൂടെ അത് കഴിച്ചു കേട്ടോ. എനിക്ക് വല്ലാതെ അങ്ങോട്ട് പറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് പണ്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തിന്നു, അതുകൊണ്ട് ടേസ്റ്റ് ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അർഷാപ്പം മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇത് നമ്മൾ അന്ന് പൊരിച്ച മീനല്ല കേട്ടോ, അത് വേറെ എന്തോ മീനാണ്, ടേസ്റ്റ് ഡിഫറെൻ്റാണ്. ഇടയ്ക്ക് പൊട്ടിത്തെറിക്കണൊക്കെ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഇത് എന്താ വെച്ച് നോക്കിയിട്ട് എത്തിയപ്പോഴേക്കിന് ടേന്ന് പറഞ്ഞ് പൊട്ടിയിട്ട് അതിനാല് ചെക്ക് ഓടി, പിന്നെ വൈക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിക്കാൻ കയറാൻ വേണ്ടിയിട്ട് കുട്ടീനെ നൗഷക്കാക്കാൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നൗഷക്കാക്കാൻ്റെ അടുത്ത് ഇരുന്നിട്ട് കരഞ്ഞ് ഈറ വന്നിട്ടാണ് കേട്ടോ ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഇതിപ്പോൾ കയറും ചെയ്തു, ഇറങ്ങാനും പറ്റില്ല. അപ്പോഴേക്കും എനിക്ക് ഹാലിളകി കരച്ചിൽ നടത്തി. പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അങ്ങനെ കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്താട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നവന് ഉറങ്ങും, കിടത്തിയ കരയും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്താ ഒരു വിധത്തിൽ ആളെ ഉറക്കിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്താണ് ആശാ വർക്കർ വന്നത്. അപ്പോൾ കഴിക്കണോടത്ത് നീട്ടിട്ട് ഈ ഗുളികയൊക്കെ വാങ്ങിക്കൊടുന്നു. ഇത് നമ്മുടെ അയണും കാൽസ്യമായിട്ട് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നത്. ഇത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴും കഴിക്കണം, അതേപോലെ തന്നെ പാൽ കൊടുക്കുന്ന ടൈമിലും കഴിക്കണം കേട്ടോ. ഒരു 2 വയസ്സ് വരെ പാൽ കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു പീരീഡിൽ എന്തായാലും ഇത് കഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാൽസ്യവും അയണൊക്കെ കുറഞ്ഞു പോകും. നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പോൾ അത് ഡെയിലി കഴിക്കുക. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കുറേ ദിവസമായിട്ട് അതിനൊരു കവർ അടിക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സംഭവം, ഒരു മിനി ബെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. കുട്ടികൾ നിലത്താണ് കിടക്കുക, അപ്പോൾ മോർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും മാറി മറിഞ്ഞ് കിടക്കും. അപ്പോൾ കവറടിക്കാൻ വേണ്ടി തപ്പിത്തരഞ്ഞ് കണ്ടുപിടിച്ചാണ് ഈ ഒരു സാരി. ഈ ഒരു സാരിയുടെ പിന്നിൽ ഒരുപാട് കഥയില്ല, ഒരു വലിയ കഥയുണ്ട്. നാത്തുവിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ നാത്തുമാരും മൂത്തച്ചികളും എല്ലാവരും കൂടി ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു സാരി. മീഷോ എന്നാണ് വാങ്ങിച്ചത്.
ഒരു 300 സംതിങ് റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ നഷ്ടം തോന്നുന്നില്ല കേട്ടോ. വേറെ വല്ല വിലയുള്ള സാരിയൊക്കെ വാങ്ങിക്കണിച്ചൊക്കെ ഇടങ്ങേറായിരുന്നു. കാരണം ഇത് പിന്നെ എടുത്തിട്ടില്ല, ആകെ 2 തവണയായിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് പിന്നെ വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ, പക്ഷെ കളർ അടിപൊളിയാണ്, നല്ല കളറാണ്. ഇതിനൊരു ബ്ലാക്ക് കളർ ബ്ലൗസാട്ടോ മാച്ച് ചെയ്ത് തരുന്നത്. അങ്ങനെ ഒരു കഥ. പിന്നെന്താ, കഥ പറയാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ ലെങ്ത്ത് നോക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് എക്സ്ട്രാ വന്നേ, പക്ഷെ ഇത് വീതി കുറവാണ്. അപ്പോൾ ഞാൻ ഈ എക്സ്ട്രാ വന്ന പീസ് സൈഡിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വീതി കിട്ടും, നമ്മുടെ ആ ഒരു ബെഡിനനുസരിച്ചുള്ളത്. പിന്നെ വേറെ പീസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഒരു സാരി കൊണ്ട് നമുക്ക് ഒരു കവർ സിമ്പിളായിട്ട് അടിക്കാം. ഒരു ചെറിയ പീസൊക്കെ ബാക്കി വരും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് അടിക്കാൻ പോവാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ അല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യലില്ല എന്ത് സ്റ്റിച്ചിങ് വീഡിയോ ഇടുകൊണ്ടോന്ന്. സംഭവം സിമ്പിളാണ്, പക്ഷേ ഹാർഡാണ്. എന്താ വെച്ചാൽ ഈ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പണിയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ അലാക്കിലെ തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് അത് അത്രയും വിരിച്ചിടാൻ പറ്റിയൊരു സ്ഥലവും ഇല്ല, ക്യാമറ എവിടെ വെക്കേണ്ടതെന്നും അറിയില്ല, പിന്നെ ഒരാൾ വീഡിയോ എടുത്തു തരാൻ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ പിന്നാക്കം നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യണതൊക്കെ. നോക്കട്ടെ ഞാൻ ചെറിയ ചെറിയ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. പിന്നെന്താ പറയുക, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും എൻ്റെ അടുത്ത് കമൻറ്റിൽ ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഒരാളാണെങ്കിലും അവരുടെ ആവശ്യം നമ്മൾ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അങ്ങനെ ഞാനിത് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അടിച്ചടിച്ച് ലാസ്റ്റ് ഒരു കവറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇടാനൊരു ഭയങ്കരമായിട്ടുള്ള ശ്രമത്തിലാണ്. ഈ വെയിറ്റുള്ള സാധനങ്ങൾ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഓരോന്ന് അടിച്ചുണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, എന്തറിയാം, എനിക്ക് സ്റ്റിച്ചിങ് പറഞ്ഞ സാധനം കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. കാരണം ഒന്നുമല്ല, കുറേ കണക്കുകളും പിന്നെ ഇതിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് പഠിച്ച് അറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം സിമ്പിളാണ്. പിന്നെ പുതിയ പുതിയ സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നു അടിക്കുന്നു ഒന്നും, ഒക്കെ യാദൃശ്ചികമായി സംഭവിച്ചാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്നുമല്ല നടക്കുക ലൈഫിൽ എന്നുള്ളത് അതോടുകൂടി മനസ്സിലായി. പ്ലാൻ ഇട്ടിട്ടൊരു കാര്യമില്ല, വിചാരിച്ചാൽ മാത്രം നമ്മൾ നടക്കില്ല, വിചാരിക്കാത്ത പലതും എല്ലാതും നടക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ് കവർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത് എല്ലാവർക്കും ടാറ്റാ.